പതിവിലും നേരത്തെയാണ് ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത്. രാവിലെ 6:30 മണിയോടെ തയ്യാറെടുപ്പുകൾക്ക് ശേഷം ഹോട്ടൽ റിസപ്ഷനിലെത്തിയപ്പോൾ കിൻലെയും ടെൻഷനും നേരത്തെ ഹാജരായിട്ടുണ്ടായിരുന്നു. പാരോ നഗരത്തിൽ നിന്നും അരമണിക്കൂർ അകലെയായി സ്ഥിതി ചെയ്യുന്ന ടൈഗർ നെസ്റ്റ് മലനിരകളിലേക്കാണ് ഇന്നത്തെ യാത്ര. അതിനാൽ വളരെ ചെറിയ തയ്യാറെടുപ്പുകളും വസ്തുക്കളും മാത്രമാണ് കയ്യിൽ കരുതിയിട്ടുള്ളത്. എല്ലാവരും വാഹനത്തിൽ കയറി യാത്ര ആരംഭിച്ചു. കഠിനമായ മലകയറ്റമായതിനാൽ വളരെ ചെറിയൊരു ലഘുഭക്ഷണം മാത്രമാണ് ബ്രേക്ക്ഫാസ്റ്റായി കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നത്. ഹോട്ടൽ ജീവനക്കാരികൾ അവ വൃത്തിയോടെ പൊതിഞ്ഞു തന്നുവിട്ടിട്ടുണ്ടായിരുന്നു. യാത്രാമധ്യേ കിൻലെ ടൈഗർ നെസ്റ്റ് മലനിരകളെപ്പറ്റി വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അതിരാവിലെയുള്ള യാത്രയായതിനാൽ റോഡും വഴികളും വിജനമായി കിടക്കുന്നു. കച്ചവട സ്ഥാപനങ്ങളെല്ലാം പൂട്ടിക്കിടക്കുകയായിരുന്നു. വളരെ കുറവ് വാഹനങ്ങൾ മാത്രമാണ് റോഡിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നത്. പതിവിൽ നിന്നും വ്യത്യസ്തമായ ഒരു യൂണിഫോമാണ് കിൻലെ ഇന്ന് ധരിച്ചിരുന്നത്. ഓഫീസ് സമയമല്ലാത്തതിനാൽ ടെൻഷൻ യൂണിഫോമിലായിരുന്നില്ല. അധികം വൈകാതെ ടൈഗർ നെസ്റ്റ് മലനിരകളുടെ അടിവാരത്തിലേക്ക് എത്തിച്ചേർന്നു. അതിരാവിലെയായതിനാൽ വളരെ കുറവ് ആളുകൾ മാത്രമാണ് ഇവിടെയുള്ളത്. എല്ലാവരും ലഘുഭക്ഷണം കഴിച്ച് യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. യാത്രയ്ക്കായി ഉപയോഗിക്കുന്ന ധാരാളം കുതിരകളെ അടിവാരത്ത് കെട്ടിയിട്ടിട്ടുണ്ട്. അവയെല്ലാം പുല്ലുമേഞ്ഞ് നടക്കുന്നു. 1500 രൂപയാണ് വൺ സൈഡ് കുതിരയാത്രയ്ക്ക് ടൈഗർ നെസ്റ്റിൽ ഈടാക്കുന്നത്. മലയുടെ പകുതി ഭാഗം വരെ കുതിരപ്പുറത്ത് യാത്ര ചെയ്യാം. ലഘുഭക്ഷണത്തിൽ ബാക്കി വന്ന ഭക്ഷണ സാധനങ്ങൾ കുതിരകൾക്ക് വിതരണം ചെയ്ത് അവിടെ വാടകയ്ക്കായി വിതരണം ചെയ്യുന്ന ഊന്നുവടിയും വാങ്ങി ഞങ്ങൾ മലകയറ്റം ആരംഭിച്ചു. 100 രൂപയാണ് ഊന്നുവടിയുടെ വാടക. യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയാൽ ഊന്നുവടി തിരികെ നൽകേണ്ടതുമാണ്. 1000 രൂപയാണ് ടൈഗർ നെസ്റ്റ് മലനിരകളിലേക്കുള്ള പ്രവേശന ഫീസടച്ച് യാത്ര ആരംഭിച്ചു. വളരെ കഠിനകരമായ പാതകളിലൂടെയാണ് യാത്ര മുന്നോട്ട് നീങ്ങുന്നത്. പാരോ ടാക്സാങ് അഥവാ ടൈഗർ നെസ്റ്റ് ഭൂട്ടാനിലെ രണ്ടാമത്തെ പ്രാചീന ക്ഷേത്രമാണ്. 7-ാം നൂറ്റാണ്ടിൽ 2ാം ബുദ്ധനായ ഗുരു പത്മസംഭവ വജ്രയാന ബുദ്ധിസം പ്രചരിപ്പിക്കുവാനായി കണ്ടെത്തിയ ഇടമാണ് ടൈഗർ നെസ്റ്റ്. ടാക്സാങ് എന്ന വാക്കിനർത്ഥം പുലിമട എന്നാണ്. 8ാം നൂറ്റാണ്ടിൽ ഈ മലമുകളിലേക്ക് ഗുരു പത്മസംഭവ പുലിപ്പുറത്ത് യാത്ര ചെയ്തതിനാലാണ് ഈ സ്ഥലത്തിന് ടൈഗർ നെസ്റ്റ് എന്ന പേര് ലഭിച്ചത് എന്നാണ് ഇവിടുത്തെ വിശ്വാസം. മലനിരകളിലുള്ള ദുഷ്ടശക്തികളെ നിഗ്രഹിച്ച് വജ്രയാന ബുദ്ധിസം ഗുരു പത്മസംഭവ സ്ഥാപിച്ച ഇടമായതിനാൽ ഭൂട്ടാനീസുകാർക്ക് ടൈഗർ നെസ്റ്റ് വളരെ വിശുദ്ധിയേറിയ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. 1692 4ാമത്തെ ഡ്രുക് ഡേസി ടെൻസിൻ റാബ്ഗെ ഗുരു പത്മസംഭവ ധ്യാനിച്ചിരുന്ന ഗുഹയ്ക്ക് ചുറ്റും നിർമ്മിച്ച ഗുഹാക്ഷേത്രമാണ് ടൈഗർ നെസ്റ്റ്. സമുദ്രനിരപ്പിൽ നിന്നും 3300 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗുഹയ്ക്കുള്ളിൽ 8 പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ക്ഷേത്രം 2ാം ബുദ്ധനായ ഗുരു പത്മസംഭവയുടേതാണ്. വളരെ കഠിനകരമായ യാത്രയാണ് ക്ഷേത്രത്തിലേക്കുള്ളത് എങ്കിലും വളരെ മനോഹരമായ കാഴ്ചകളാണ് വഴിതോറും നമുക്ക് കാണാനാവുക. ധാരാളം പ്രാർത്ഥനാ ചക്രങ്ങളും പ്രാർത്ഥനാ കൊടികളും വഴിയോരത്ത് കെട്ടിവെച്ചിരിക്കുന്നത് കാണാം. അടിവാരത്തു നിന്നും 3.5 കിലോമീറ്റർ യാത്രയാണ് ക്ഷേത്രത്തിലേക്ക് ഉള്ളത്. യാത്രാമധ്യേ ധാരാളം ഓക്ക് മരങ്ങളും പൈൻ മരങ്ങളും കാണുവാനാകും. പകുതി ദൂരം എത്തുമ്പോൾ യാത്രികർക്ക് വിശ്രമിക്കുവാൻ ഒരു കഫേറ്റീരിയ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. കഫേയിൽ നിന്നും നോക്കിയാൽ ടൈഗർ നെസ്റ്റ് ക്ഷേത്രത്തിൻ്റെ ദൂരെ നിന്നുമുള്ള കാഴ്ചകൾ കാണാം. വളരെ മനോഹരമാണ് ഇത്. മലയുടെ ഒരു വശത്തായി പാറക്കെട്ടുകളിൽ ഈ ക്ഷേത്രം എങ്ങനെ നിർമ്മിച്ചു എന്നത് വളരെ ആശ്ചര്യകരമായ ഒരു വസ്തുതയാണ്. 1998 ഈ ക്ഷേത്രത്തിൽ ഒരു തീപിടുത്തം നടന്നിരുന്നു. തീപിടുത്തം നടന്നതിൻ്റെ ചിത്രവും അതിന് മുൻപും ശേഷവുമുള്ള ചിത്രങ്ങളും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ക്ഷേത്രങ്ങളിൽ കത്തിക്കുന്ന നെയ്ത്തിരിനാളങ്ങളിൽ നിന്നുമാണ് തീപിടുത്തമുണ്ടായത് എന്നാണ് പ്രാഥമിക നിരീക്ഷണം. എങ്കിലും ഷോർട്ട് സർക്യൂട്ട് ആയതിനാലാണ് എന്ന് മറ്റു ചിലർ പറയുന്നുണ്ട്. ഭൂട്ടാൻ ജനതയെ ഞെട്ടിച്ച ഈ സംഭവത്തിൽ അന്നവിടെ താമസിച്ചിരുന്ന ഒരു ബുദ്ധമത സന്യാസിയും കൊല്ലപ്പെട്ടിരുന്നു. കഫേറ്റീരിയയിൽ അല്പനേരം വിശ്രമിച്ച് ഒരു ചായ കുടിച്ച ശേഷം
മുന്നോട്ടുള്ള യാത്ര തുടർന്നു. യാത്രയുടെ രണ്ടാം പകുതി വളരെ ദുഷ്കരമാണ്. കഠിനമായ കയറ്റത്തിൽ പാറക്കെട്ടുകൾക്കിടയിലൂടെ ചവിട്ടി വേണം മുന്നോട്ട് നീങ്ങാൻ. പാറക്കൂട്ടങ്ങൾക്കിടയിൽ ധാരാളം ചെറിയ മൺസ്തൂപങ്ങൾ കാണുവാൻ സാധിച്ചു. പിതൃക്കൾക്കായി ഭക്തർ പ്രാർത്ഥനയോടെ സമർപ്പിക്കുന്ന മൺസ്തൂപങ്ങളാണ് ഇവ. ആഗ്രഹ സബലീകരണത്തിനായി ചെറിയ കല്ലുകഷ്ണങ്ങൾ കൂട്ടം കൂട്ടമായി കൂനയായി വയ്ക്കുന്ന വിശ്വാസരീതിയും ഇവിടെയുണ്ട്. ഭക്തർ അവരവരുടെ ആഗ്രഹങ്ങൾ മനസ്സിൽ വിചാരിച്ച് കല്ലുകൾ ചെറിയ ചെറിയ കൂനകളായി അടുക്കി വയ്ക്കുന്നു. ഇങ്ങനെ ചെയ്താൽ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നടത്തിത്തരും എന്നാണ് ഇവിടുത്തെ വിശ്വാസം. യാത്ര മുന്നോട്ട് നീങ്ങുന്തോറും വഴികൾ ഇടുങ്ങി വന്നുകൊണ്ടേയിരുന്നു. കിൻലെ മറ്റൊരു വൃദ്ധനായ ഗൈഡുമായി കുശലം പറയുകയായിരുന്നു. മുന്നോട്ട് നീങ്ങുന്തോറും ക്ഷേത്രത്തിൻ്റെ ദൃശ്യങ്ങൾ അടുത്തടുത്തായി വന്നുകൊണ്ടേയിരുന്നു. കുറേ ദൂരം മുന്നോട്ട് പോയപ്പോൾ ക്ഷേത്രത്തിൻ്റെ ആദ്യത്തെ വ്യൂ പോയിന്റിലേക്ക് എത്തിച്ചേർന്നു. ധാരാളം ഭക്തർ ഇവിടെ വിശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്നുമുള്ള ക്ഷേത്രത്തിൻ്റെ ദൃശ്യങ്ങൾ വളരെ മനോഹരമാണ്. പാറക്കൂട്ടങ്ങൾക്കിടയിൽ ദൂരെയായി കാണാൻ സാധിക്കുന്ന ടൈഗർ നെസ്റ്റ് ക്ഷേത്രം വളരെ മനോഹരമാണ്. ആദ്യത്തെ വ്യൂ പോയിന്റിൽ നിന്നും 800ഓളം കൽപ്പടികൾ കയറിയിറങ്ങി വേണം ക്ഷേത്രത്തിൻ്റെ അരികിലേക്ക് എത്തിച്ചേരാൻ. മലകയറ്റത്തിൽ ഏറ്റവും ശ്രമകരമായ കാര്യം ഇതാണ്. വളരെ കുത്തനെയുള്ള പടികളിലൂടെയുള്ള യാത്ര വളരെ ദുഷ്കരമാണ്. കൽപ്പടവുകൾ ഇറങ്ങി രണ്ടാമത്തെ വ്യൂ പോയിന്റിലേക്ക് എത്തിയപ്പോൾ വളരെ രസകരമായൊരു കാഴ്ച കണ്ടു. ഒരു ഭൂട്ടാനീസ് ഭക്ത സ്വന്തം കുഞ്ഞിനെ പുറത്ത് കെട്ടിവെച്ചുകൊണ്ട് മല കയറുന്നു. കുഞ്ഞ് സുഖമായി അമ്മയുടെ പുറത്ത് കിടന്ന് ഉറങ്ങുന്നു. രണ്ടാമത്തെ വ്യൂ പോയിന്റിൽ നിന്നുമുള്ള ക്ഷേത്രത്തിൻ്റെ കാഴ്ച കുറച്ചുകൂടി രസകരമാണ്. രണ്ടാമത്തെ വ്യൂ പോയിന്റിൽ നിന്നും കുത്തനെയുള്ള കൽപ്പടികൾ താഴേക്കിറങ്ങി വലിയ പടവുകൾ മുകളിലേക്ക് കയറി വേണം ക്ഷേത്രത്തിൻ്റെ അടുത്തേക്കെത്താൻ. പടികൾ ഇറങ്ങും തോറും ക്ഷേത്രം അടുത്തടുത്തായി വരുന്നതുപോലെ തോന്നും. അടിയിൽ നിന്നും നോക്കുമ്പോൾ ക്ഷേത്രത്തിൻ്റെ ഇടതുവശത്തായി വലിയൊരു വെള്ളച്ചാട്ടം കാണാം. വളരെ മുകളിൽ നിന്നായി പാറക്കെട്ടുകൾക്കിടയിലൂടെ ജലം കുത്തിയൊലിച്ചു വരുന്നു. വളരെ രസകരമായൊരു കാഴ്ചയാണ് ഇത്. ഇവിടെ നിന്നുള്ള പടികൾ കയറിയാൽ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാം. മൊബൈൽ ഫോണുകളും ബാഗുകളും ക്ഷേത്രത്തിലേക്ക് അനുവദനീയമല്ലാത്തതിനാൽ അവയെല്ലാം കൗണ്ടറിൽ ഏൽപ്പിച്ച ശേഷം വേണം മുകളിലേക്ക് കയറുവാൻ. മുകളിൽ ഗുരു പത്മസംഭവിയുടെയും താരാദേവിയുടെയും കുബേരൻ്റെയും മറ്റ് ബുദ്ധദേവകളുടേതുമായി 8ഓളം ക്ഷേത്രങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത്. ധാരാളം ബുദ്ധസന്യാസിമാർ ഇവിടെ പ്രാർത്ഥനയിൽ ഏർപ്പെട്ടിരിക്കുന്നു. പൗർണമി ദിനമായതിനാൽ ക്ഷേത്രങ്ങളിൽ പ്രത്യേക കൂട്ടപ്രാർത്ഥന നടക്കുന്നുണ്ടായിരുന്നു. പ്രാർത്ഥനകളിൽ പങ്കെടുത്ത ശേഷം റിംപോച്ചയുടെ അനുഗ്രഹം വാങ്ങി പോരാൻ നേരത്ത് പ്രസാദമായി മിഠായിയും മറ്റു പലഹാരങ്ങളും ലഭിച്ചു. ഇവയെല്ലാം സ്വീകരിച്ച ശേഷം മടക്കയാത്ര ആരംഭിച്ചു. മടക്കയാത്രയിൽ കിൻലെ ഒരു കവറിൽ വഴിയോരത്ത് കാണുന്ന എല്ലാ വേസ്റ്റുകളും സ്വരൂപിച്ചു കൂട്ടുന്നത് കണ്ടു. തീർത്ഥാടകർ ഈ പ്രദേശത്തെ എത്ര വൃത്തിഹീനമാക്കിയാലും ഭൂട്ടാനീസുകാർ സ്വന്തം പ്രകൃതിയെ എത്ര ഭംഗിയായാണ് പരിപാലിക്കുന്നത് എന്ന് ഇതിലൂടെ കാണുവാൻ സാധിച്ചു. 2 മണിക്കൂർ ദൈർഘ്യമാണ് മുകളിൽ നിന്നും താഴേക്കുള്ള യാത്ര. കുത്തനെയുള്ള ഇറക്കത്തിൽ പാറക്കെട്ടുകൾക്കിടയിലൂടെയുള്ള യാത്ര വളരെ രസകരമാണെങ്കിലും ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. മലനിരകളിൽ നിന്നും വീശിയടിക്കുന്ന കാറ്റ് ക്ഷീണം തോന്നിക്കാതെ താഴേക്കുള്ള യാത്ര മുന്നോട്ട് നയിച്ചു. അടിവാരത്തെത്തിയാൽ പിന്നെ 10 മിനിറ്റോളം ഈ പൈൻമരക്കാടുകൾക്കിടയിലൂടെയുള്ള യാത്രയാണ്. തഴച്ചു വളർന്നു നിൽക്കുന്ന പൈൻമരങ്ങളുടെ വേരുകൾക്കിടയിലൂടെ വടിയൂന്നി വേണം മുന്നോട്ട് നീങ്ങാൻ. വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നിടത്ത് ടെൻഷൻ ഞങ്ങൾക്കായി കാത്തുനിൽപ്പുണ്ടായിരുന്നു. വാഹനത്തിൽ കയറി മടക്കയാത്ര ആരംഭിച്ചു. ഹോട്ടലിലേക്കുള്ള യാത്രയ്ക്കിടയിൽ പാരോയിലെ പ്രശസ്തമായ സ്റ്റോൺ ബാത്ത് നടത്തുന്ന കേന്ദ്രത്തിലേക്ക് എത്തിച്ചേർന്നു. ഡോട്ട് ഷോ എന്നാണ് സ്റ്റോൺ ബാത്തിൻ്റെ യഥാർത്ഥ നാമം. പുഴകളിൽ നിന്നും ലഭിക്കുന്ന കല്ലുകൾ ചൂടാക്കി അവ മരം കൊണ്ടുണ്ടാക്കിയ ടബിൽ നിറച്ച് വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് പലതരത്തിലുള്ള പച്ചമരുന്നുകൾ വെള്ളത്തിലിട്ട് ആ വെള്ളത്തിൽ കുളിക്കുന്ന രീതിയാണ് ഡോട്ട് ഷോ അഥവാ സ്റ്റോൺ ബാത്ത്.
സ്റ്റോൺ ബാത്തിനെ പറ്റി ഇവിടെ വിശദമായി എഴുതി വച്ചിട്ടുണ്ട്. വസ്ത്രം മാറി മുറിയിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ എല്ലാം സജ്ജീകരിച്ചു വച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ജീവനക്കാരി സ്റ്റോൺ ബാത്തിനെ പറ്റിയും അതിൻ്റെ ഗുണങ്ങളെപ്പറ്റിയും വിശദീകരിച്ചു തന്നു. അസ്പരാഗസും വയമ്പുമാണ് വെള്ളത്തിൽ ചേർക്കുന്ന ഔഷധക്കൂട്ടുകൾ. ഇവയോടൊപ്പം ചൂടാക്കുന്ന പാറ പൊളിഞ്ഞു വരുന്ന ധാതുക്കൾ കൂടെ ചേരുമ്പോൾ അവ ശരീരത്തിലെ നീർക്കെട്ടുകളെയും വേദനകളെയും മാറ്റിയെടുക്കുന്നു. നമ്മുടെ ഇഷ്ടാനുസരണം വെള്ളത്തിൻ്റെ ചൂട് ഇവിടുത്തെ ജീവനക്കാർ നമുക്കായി ക്രമീകരിച്ചു തരുന്നു. ചൂട് കൂട്ടുവാൻ കൂടുതൽ കല്ലുകൾ അവർ വെള്ളത്തിലേക്ക് നിക്ഷേപിച്ചു തരുന്നു. ചൂട് കുറയ്ക്കുവാനായി തണുത്ത വെള്ളം വരുന്ന പൈപ്പുകളും ഇവർ സജ്ജീകരിച്ചു വച്ചിട്ടുണ്ട്. വളരെ വേറിട്ട ഒരു അനുഭവമായിരുന്നു സ്റ്റോൺ ബാത്ത്. ശരീരത്തിൻ്റെ എല്ലാ വേദനകളെയും ഇത് മാറ്റിയെടുത്തു. സ്റ്റോൺ ബാത്തിന് ശേഷം ഹോട്ടലിലേക്കുള്ള യാത്ര ആരംഭിച്ചു. യാത്രക്കിടയിൽ വഴിയിൽ കണ്ട ഒരു കഫേയിൽ നിന്നും ചായയും പലഹാരവും കഴിച്ചു. രുചിയേറിയ ഒരുപാട് വിഭവങ്ങൾ ഇവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്നു. എല്ലാം ഒന്നിനൊന്ന് മികച്ചത്. എല്ലാം കഴിച്ച ശേഷം ഹോട്ടലിലെത്തി അത്താഴം കഴിച്ച ശേഷം മുറിയിലെത്തിച്ചേർന്നു. പിറ്റേന്ന് ഭൂട്ടാൻ യാത്രയുടെ അവസാന ദിനമായതിനാൽ തയ്യാറെടുപ്പുകൾ ഏറെയുണ്ടായിരുന്നു. പെട്ടിയും ബാഗുകളും പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ച ശേഷം നിദ്രയിലേക്ക് പ്രവേശിച്ചു. ഭൂട്ടാനിലെ അവസാനത്തെ ദിവസത്തെ കാഴ്ചകളുമായി മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാ യാത്രാസ്നേഹികൾക്കും നന്ദി.